ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷൽ വേൾഡ്. ഞാനിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വട ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വടൻ്റെ റെസിപ്പിയാണ്. ഉഴുന്നൊന്നും ചേർക്കാതെ അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു വട എങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ്. ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് വറവ്, അതായത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി നിങ്ങൾ തോന്നുമ്പോഴേക്കും ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കുക. ചൂടാറിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവയിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിക്കണത് കാണിക്കാൻ വിട്ടുപോയി. ഇതാ തൈര് ഒഴിച്ചിട്ട് ഇതങ്ങനെ നമ്മളിത് കുഴച്ചെടുക്കുക. ഇതങ്ങനെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കുതിർന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പാകത്തിനായി വരും. അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മറ്റുള്ള ചേരുവകൾ റെഡിയാക്കി വെക്കാം. ഒരു വലിയ സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഞാൻ പച്ചമുളക് ഒന്നാണ് എടുത്തിട്ടുള്ളത്, കാരണം എരിവ് അധികം ഉണ്ടാച്ചിട്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് കുഴച്ചിട്ട് നമ്മൾ വട ഉണ്ടാക്കാനൊക്കെ ഉരുട്ടിയെടുക്കൂലേ, അതേമാതിരി ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ എല്ലാതും ഉരുളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. വെള്ളം കയ്യിലൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക. അത് പൊരിക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഉരുളയും കയ്യിലെടുത്തിട്ട് കയ്യിൽ വെള്ളം, അതിൻ്റെ മുമ്പ് കയ്യിൽ വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് ആ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തിയിട്ട് ഇതിന് ഹോളിട്ട് കൊടുക്കുക. നമ്മൾ വടക്ക് ഹോളിടൂലേ, അതുമാതിരി ഇങ്ങനെ ഹോള് കൈ കൊണ്ട് കുത്തിയിട്ട് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ എണ്ണയിലേക്ക് കൈയും കൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ കൈ ഇങ്ങോട്ട് കമഴ്ത്തിയിട്ട് മെല്ലെ അവിടെ വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് ചാടും. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല, കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോണാണ്, ഒരു കൈ കൊണ്ട് ഇത് ചെയ്യുമല്ലേ. അപ്പോൾ കയ്യിലേക്കൊക്കെ എണ്ണ തെറിച്ചിട്ടാകെ വീഡിയോ എടുക്കേണ്ട പൂതി മാറും. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുക. അധികം ഫ്ലെയിം കൂട്ടരുത്, കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നത് കരിഞ്ഞു പോകുള്ളൂ. റവയല്ലേ, പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഓരോന്നിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉഴുന്ന് ചേർക്കാത്ത ഉഴുന്ന് വടൻ്റെ പോലത്തെ വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. വെരി സിമ്പിളാണ് ഉണ്ടാക്കാൻ. അത്ര വലിയ കുറേ താമസവും കുറേ പണിപ്പെട്ട് നിൽക്കുകയും വേണ്ട. വേഗമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. നല്ല കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുക്കുക. ഇതാ നമ്മളിതൊന്ന് പൊളിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.